സിനിമകളിലും മറ്റുമായി തഗ് എന്ന ഇംഗ്ലീഷ് വാക്ക് കേൾക്കാത്തവർ കുറവായിരിക്കും. തഗ് ലൈഫ് എന്ന പ്രയോഗം ഇന്ന് സാധാരണമായി നാം ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിൽ നിന്നാണ് ഹിന്ദി വാക്കായ ഠഗ് എന്നത് ഇംഗ്ലീഷിലേക്ക് എത്തുന്നത്. ഇംഗ്ലീഷിലത് തഗ് എന്നായി മാറി. ഈ വാക്കിൻ്റെ പിന്നിലുള്ളത് ക്രൂരന്മാരായ ഠഗുകളുടെ കഥയാണ്. ലോകത്തിലെ ഏറ്റവും ക്രൂരനായ സീരിയൽ കില്ലർ കൊലയാളി ആരാണെന്ന് ചോദിച്ചാൽ പലരും പല ഉത്തരവും പറയും. എന്നാൽ കൃത്യമായ ഉത്തരമായി കിട്ടുന്നത് ഒരു ഇന്ത്യക്കാരൻ്റെ പേരാണ്. തഗ് ബെഹ്റാം എന്നാണ് അയാളുടെ പേര്. 1765 1840 ഇടയിൽ ഇന്നത്തെ ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ ജീവിച്ചിരുന്ന ഇയാൾ കൊലപ്പെടുത്തിയത് 931 പേരെയാണ്. ബ്രിട്ടീഷ് റെക്കോർഡുകളിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗം കൊലപാതകങ്ങളും ഇയാൾ നടത്തിയത് കഴുത്ത് ഞെരിച്ചുകൊണ്ടാണ്. കിങ് ഓഫ് ദി തഗ്സ് എന്നാണ് അന്നത്തെ ബ്രിട്ടീഷുകാർ ഇയാളെ വിശേഷിപ്പിച്ചിരുന്നത്. ലോകത്തിൽ തന്നെ ഇത്രയധികം കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ക്രിമിനലുകൾ ഇല്ല എന്നാണ് പറയുന്നത്. 18-19 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ കൊള്ളയും കവർച്ചയും കൊലപാതകവുമെല്ലാം സാധാരണമായിരുന്നു. അതെല്ലാം എണ്ണത്തിൽ വളരെ കൂടുതലുമായിരുന്നു. അതിനെ നേരിടാനായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി തഗ് ആൻഡ് ഡെക്കോയിറ്റ് എന്ന ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കി. അതിൻ്റെ തലവനായി 1830 നിയമിതനായ ജെയിംസ് പാറ്റൺ ആണ് തഗ് ബെഹ്റാമിനെ കുറിച്ച് ഈ പുറം ലോകത്തെ അറിയിക്കുന്നത്. അയാളുമായി നടത്തിയ സംഭാഷണങ്ങളടക്കം അദ്ദേഹം എഴുതി വച്ച രേഖകളിൽ ഉണ്ടായിരുന്നു. മോഷണത്തിന് വേണ്ടിയാണ് തഗ് ബെഹ്റാം ഭൂരിഭാഗം കൊലപാതകങ്ങളും നടത്തിയത്. ഇതൊരു വളരെ മാന്യമായ ജോലിയായിട്ടാണ് ബെഹ്റാം കണ്ടിരുന്നത്. തന്നെ സാധാരണ കള്ളനായി കാണുന്നത് ബെഹ്റാമിന് ഇഷ്ടമായിരുന്നില്ല. ഉയർന്ന ജാതിയിൽപ്പെട്ട താൻ ചെയ്യുന്ന മോഷണങ്ങളും കവർച്ചകളും സാധാരണക്കാരായ ഒരാൾ ചെയ്യുന്നത് പോലെ കാണാൻ കഴിയില്ലെന്നാണ് തഗ് ബെഹ്റാം ബ്രിട്ടീഷ് അധികാരികളോട് പറഞ്ഞിട്ടുള്ളത്. കള്ളന്മാർ ബുദ്ധി കുറഞ്ഞവരും തന്ത്രങ്ങൾ അറിയാത്തവരും അന്തസ്സില്ലാത്തവരുമാണ്. എന്നാൽ ഠഗ് കടാര അണിഞ്ഞ് കുതിരപ്പുറത്ത് വരുന്ന നിർഭയനായ പോരാളിയാണ്. ഠഗുകൾ ഒരിക്കലും വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് മോഷ്ടിക്കില്ല. ഹുണ്ടിയക്കാരും മറ്റും സമ്പത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അത് സംരക്ഷിക്കും. എന്നാൽ അതേ ഹുണ്ടിയക്കാരൻ പണവുമായി യാത്ര ചെയ്യുകയാണെങ്കിൽ അവരെ കവർച്ച ചെയ്യാൻ ഠഗുകൾക്ക് അവകാശമുണ്ട് എന്നൊക്കെയാണ് ബെഹ്റാം പറഞ്ഞിരുന്നത്. വർണ്ണവ്യവസ്ഥയിൽ താൻ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെടുന്ന ആളാണെന്നും ഇയാൾ വാദിച്ചിരുന്നു. അരപ്പട്ട പോലെ ചുറ്റിവെക്കുന്ന നീളമുള്ള ഉറുമാലുകൾ ഉപയോഗിച്ചാണ് പൊതുവെ ഠഗുകൾ കൊലപാതകം നടത്തിയിരുന്നത്. ഈ ഉറുമാലിൻ്റെ നടുക്കായി ഒരു ലോഹ ഭാഗമുണ്ടാകും. ഒരു അലങ്കാരമെന്ന പോലെ കിടക്കുന്ന ഈ ഭാഗം കൊലപാതകം എളുപ്പമാക്കാൻ ഉപയോഗിക്കുന്നു. കഴുത്തിൻ്റെ മർമ്മസ്ഥാനത്ത് ഈ ലോഹഭാഗം അമരുന്ന വിധത്തിലാണ് ഉറുമാൽ ചുറ്റുന്നത്. കഴുത്തിൽ അതിശക്തമായ സമ്മർദ്ദമാണ് അതുവഴി ഉണ്ടാകുന്നത്. ഇര ഉടനെ മരണപ്പെടുകയും ചെയ്യും. ശബ്ദം പുറത്ത് കേൾപ്പിക്കാതെ കൊല്ലുക എന്നതായിരുന്നു ഉറുമാൽ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ 931 പേരെ കൊലപ്പെടുത്തിയ കൊടും ക്രിമിനലായ തഗ് ബെഹ്റാമിനെ ബ്രിട്ടീഷ് പോലീസാണ് പിടികൂടി ജയിലിൽ അടച്ചത്. ഇയാളെ 1840 ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇന്ത്യയിലെ തഗ് ലൈഫ് വലിയ അളവിൽ ഇല്ലാതാക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. 1870 തഗുകളെ ഉന്മൂലനം ചെയ്തതായി ബ്രിട്ടീഷുകാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനെ ഇന്ത്യയിലെ കൊളോണിയൽ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് ബ്രിട്ടീഷുകാർ കാണുന്നത്.